വടക്കുംപുറത്തുകാരെ നോക്കി വഴി കണ്ണു നട്ട് കാത്തിരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇനിയോട്ട് ഉണ്ടാവുകയില്ല. വക്കീൽ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരൊറ്റ വാക്കിനെ മാനിച്ചാ ഞാനിവിടെ വരെ വന്നു. അവര് വരാതിരിക്കില്ല. വേണ്ട വക്കീലേ, കാര്യങ്ങൾ കൂടിയാലോചിച്ച് നടത്തണമെന്നുള്ള വിചാരം അവർക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കെന്തോന്നാ? നടക്കും പോലെ നടക്കട്ടെ. നടക്കും പോലെ നടത്താനാണെങ്കിൽ പിന്നെ എന്നെ പോലെ ഒരു റിസീവർ എന്തിനാ? അവകാശ തർക്കത്തിന് അന്ത്യവിധി ഉണ്ടാകുന്നത് വരെ ഉത്സവം ഇരുവിഭാഗക്കാരും തുല്യമായി പകുത്ത് പ്രശ്നം കൂടാതെ നടത്തുക എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ്. യു ഹാവ് ടു ഒബ്ലൈജ്. ചെയ്യാം, തയ്യാറാണ്. പക്ഷേ കോടതി വിധി ഞങ്ങൾ മാത്രം മാനിച്ച പോരല്ലോ. ആരെ മാനിക്കണം മാനിക്കണ്ടെന്നൊക്കെ നല്ല നിശ്ചയുണ്ട് വടക്കമ്പുറത്തുകാർക്ക്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നാൽ പഴയത് ഞാനെന്ന് അങ്ങോട്ട് ഇളക്കും. പ്ലീസ്, നമുക്ക് കാര്യത്തിലേക്ക് നീങ്ങാം. 1 മണിക്കൂർ കൂടുതലായി വക്കീൽ അദ്ദേഹം ഇവിടെ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നിൽക്കാറുന്നില്ലേ? ഇതിനാണ് പറയുന്നത് നെകളിപ്പെന്ന്. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പറയാൻ തരില്ലാച്ചാൽ എഴുത്തൊന്നാലും മതി, മുഷിയില്ലാന്ന് പറയാ. തിരുമേനി ഒരാഴ്ച മുമ്പ് എത്തുമെന്നായിരുന്നു കരുതിയത്. ദീർഘയാത്രയായിരുന്നില്ലേ? താണ്ടാത്ത ദൂരങ്ങളില്ല. കാശി, ഹരിദ്വാർ, ഋഷികേശം. അതിനിടയിലും എപ്പോഴോ ഭഗവതി വിളിച്ചു. തിരികെ നടന്നു. അല്ല, വന്നതുകൊണ്ടിപ്പോ കാര്യമുണ്ടായില്ലേ? ഭഗവതിയുടെ കാര്യം പറഞ്ഞുള്ള തർക്കം 10-20 വർഷമായില്ലേ വെച്ച് നടത്തണു. എന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക? അമ്മേ ഭഗവതി, വരാ, മഠത്തിലിരുന്ന് ആലോചിക്കാം. ഇരിക്ക. നിശ്ചയിച്ച പോലെ തന്നെ നറക്കിട്ട് തീരുമാനിക്ക. അത് വേണമെന്നില്ല, തിരുമേനി തന്നെ. അതന്നെ. തീർപ്പ് കൽപ്പിക്കാനൊക്കെ ഞാനാരാ? മേലെടുത്ത് തറവാട്ടില് എനിക്കെന്താ കാര്യം ചോദിച്ചാ, പരദേവതയുടെ അമ്പലത്തില് ശാന്തിക്കുള്ള അവകാശത്തിന്റെ പഴയ ഒരു കഥയല്ലേ ഉള്ളു പറയാൻ. അതൊരു പഴങ്കഥയൊന്നുമല്ല. അച്ഛൻ നമ്പൂരി പൂജാരിയായിരുന്ന കാലത്താ ക്ഷേത്രത്തിന് ഇക്കാണുന്ന ഐശ്വര്യം ഒക്കെ ഉണ്ടായത്. ഈ കാണുന്നെന്ന് പറയുമ്പോ ഇപ്പൊ കാണുന്നുണ്ടോ ഗോതമ്പന്നെ? ഓ ഇല്ല, വേണ്ടത് വെച്ചില്ലേ എല്ലാം. 3 വർഷം മുമ്പ് ഞാനായി മുൻകൈയെടുത്ത സമാസമാവകാശത്തിന്റെ തീർപ്പോടെ ഈ ഉത്സവം തുടങ്ങി വെച്ചത്. അന്നത് ചെയ്യുമ്പോ വിചാരിച്ചത് എല്ലാരും ഒന്നിക്കുന്ന, പ്രശ്നമൊക്കെ തീരുന്ന. എന്നിട്ടിപ്പോ കൊടിയേറ്റം നടത്തേണ്ടത് ആരെന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ടാകുക. ദേവി ഭഗവതി, ഇക്കാര്യത്തിലൊരു തീർപ്പെന്ന് പറയുമ്പോ അത് 2-1 ഭാഗത്തിന് അനുകൂലമായി പറ്റൂ. അത് ഞാനായി കൽപ്പിക്കാന്ന് വെച്ചാ അതിലൊരു ശോഭകേടുണ്ട്. ഞാൻ ആരുടേതല്ല, എന്നാലോ എല്ലാവരുടെയാണ്. കൊടിയേറ്റം മുതൽ 5 ദിവസത്തെ ഉത്സവം വടക്കുംപുറത്തുകാർക്ക്, മറുപുറം വീണാൽ തെക്കുംപുറത്തുകാർക്ക്. തർക്കം ഇല്ല, അവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെ തന്നെ. കൊടിയേറ്റം വടക്കുംപുറത്തുകാർ നടത്തട്ടെന്ന ഭഗവതിയുടെ കൽപ്പന. കലാപരിപാടിയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇത്തവണയും ജയദേവന്റെ കഥാപ്രസംഗം തന്നെ, അതിന് മാറ്റമില്ല. കഴിഞ്ഞ 2 വർഷവും വടക്കുംപുറത്തുകാരുടെ കൊടി പാറിച്ചത് ജയദേവന്റെ കഥാപ്രസംഗം ഇല്ല. ഭഗവതി എല്ലാം മംഗളമാക്കണേ. അറിയോ, എത്രയോ വർഷം എൻ്റെ അച്ഛൻ ഇവിടെ ശ്രീകാര്യക്കാരനായിരുന്നു. അയ്യപ്പ, വലിയ കാരണവരുടെ കാലത്ത് ഇവിടുത്തെ 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേള തന്നെയായിരുന്നു. വിശ്വേട്ടൻ മേലിടം വാസുദേവ ശർമ്മയുടെ ഹരിയത കേട്ടിട്ടുണ്ടോ? ഇല്ല, കേമാണെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ എന്റെ വഴി കഥ പറച്ചിലാണെന്ന് ആദ്യം തോന്നിയത് സത്യത്തിൽ ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ മേലിടം കഥ പറയുന്നത് കേട്ടിരുന്നപ്പോഴാ. നല്ല ഓർമ്മയുണ്ട്, അമ്മയുടെ മടിയിൽ കണ്ണിമ ചിമ്മൂലും ചെയ്യാതെ കഥ കേട്ടിരുന്നത്. ആ രാത്രി പിന്നെയും ചില ഓർമ്മകൾ തരുന്നുണ്ട്. പന്തവും വടിവാളുമൊക്കെ ആളുകൾ വന്നത്, പിന്നെന്തൊക്കെയാ നടന്നത്? കുത്തും വെട്ടും കൊള്ളിവയ്പും. എന്തായിരുന്നു കാരണം? ഇപ്പോഴത്തെ കാരണവന്മാര് തമ്മിലുള്ള സ്വത്തുകാർക്കാന്നാ പറയണേ. പിന്നെ ചേരി തിരിഞ്ഞും കരതിരിഞ്ഞുമുള്ള പകയും പോരുവായി. ഒടുവിൽ ചോരക്കളി ശ്രീകോവിലേക്ക് കടക്കുന്നായപ്പോ അച്ഛൻ വഴി തടഞ്ഞു നിന്നു. ആ പടികളിലാണ് വെട്ടും കുത്തുവേറ്റ് എൻ്റെ അച്ഛൻ മരിച്ചു വീണത്. ഒക്കെ ഒരു ദൈവനിശ്ചയമാണ് ചെയ്തത്.
പണ്ടെങ്ങോ മുടങ്ങിയ ഉത്സവം വീണ്ടും തുടങ്ങിയപ്പോൾ ജയദേവൻ തന്നെ കഥ പറയാൻ വരിക, അത് പിന്നെ ഒരു പതിവാകുക. ഭാഗ്യമാണ്, സന്തോഷമുണ്ട്. എല്ലാം ഓർമ്മിക്കുമ്പോ നൊമ്പരും. ആരുമില്ലേ? ആഹാ, അച്ഛൻ പറയണ്ടായി ജയേട്ടന് നിർത്തുന്നു. ശാലിനി ഉത്സവത്തിന് വന്നതാവും. ഓ, ഉത്സവത്തിന് എത്തിയതന്നെ, പക്ഷെ ഇത്തവണയല്ല, കഴിഞ്ഞവണ. പിന്നെ പോയില്ല. ഞാൻ ഇത്തവണ വരുമ്പോഴെങ്കിലും ശാലിനി ഭർത്താവും കുട്ടിയും ഒത്ത് സ്വരൂപോടെ കഴിയുന്നത് കാണാമെന്ന് വിചാരിച്ചതാ. അതിപ്പോ ഞാനൊരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വരച്ചവരിൽ നിക്കണ വെച്ചാ എന്നിട്ട് കിട്ടിയില്ല, നിശ്ചയം. ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ശരിയാണ്, രസമാണ് കേൾക്കാൻ. എന്നാലും നമ്മുടെ നാട്ടില് ഒരുവിധമുള്ള സ്ത്രീകളൊക്കെ ഭർത്താവുമായി കഴിയുന്നത്ര ഇണങ്ങി എല്ലാം അങ്ങ് മിണ്ടാണ്ട് അനുസരിക്കാന്നല്ല, ഒരു ഒത്തൊരുമയോടെ. അല്ല, അതാ അതിന്റെ ഒരു ഭംഗിയുമേ. ഞാൻ പറയുന്നത്, ഒരു കുട്ടിയൊക്കെ ആയില്ലേ, ഭർത്താവുമായി ശാലിനി കഴിയുന്നത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? അങ്ങോരൊരു പോങ്ങനാണെന്നേ. അല്ല, ഉറപ്പ്. തെളിവെന്താന്നോ അതിന്? തറവാട്ടിൽ തന്നെയുള്ള നിന്റെ ഈ നിൽപ്പന്നെ വന്നില്ലല്ലോ നാണുമൻ, ഭാര്യയെ പൂവിട്ട് എഴുന്നള്ളിച്ചോണ്ട് പോവാൻ. വരിക. അറിയോ ജയദേവന്, നാരായണവൻ ഒടുവിൽ പോകുമ്പോ ഇവളോട് പറഞ്ഞു എന്താണെന്ന്? തറവാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോടുക, അതല്ല ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ശരിയെന്ന് സ്വന്തമായി തോന്നാച്ചാൽ അങ്ങോട്ട് വരാം. എന്ന് വെച്ചാൽ കൊണ്ടുപോവാൻ ഭർത്താവിന്റെ പല്ലക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും നിരീക്കണ്ടെന്ന്. നല്ല അസല ആൺകുട്ടിയുടെ വർത്താനം. ശരിക്ക് പറഞ്ഞാൽ നാരായണവൻ എന്റെ മരുവനാണെന്ന് എനിക്ക് ആദ്യം തോന്നി തന്നാ. നിക്കട്ടെ ഇവിടെ. എല്ലാരും കൂടി ഇങ്ങനെ വാശി പിടിച്ച് എന്തായാലും ഒടുവിൽ നഷ്ടം ശാലിനിക്ക് തന്നെ ആവും. ആരെ നിരീച്ചു ഇങ്ങനെയൊക്കെ ഒന്ന് ഭവിക്കുന്നു? ഒക്കെ വിധിയാ, അല്ലാണ്ടെന്ത് പറയാൻ. ജയദേവൻ ഇരിക്കെ. ജയദേവന്റെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ കുറിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ കുറിപ്പ് പറഞ്ഞു. കർണന്റെ കഥയാണല്ലേ, നന്നായി അസലാക്കണം, ഗംഭീരാക്കണം. ജയദേവൻ ഇച്ചി തടി വെച്ചിട്ടുണ്ട്. ഈ തടീനി കൂട്ടണ്ട. മുഷിഞ്ഞുള്ള കഥ പറച്ചിലും ഉറക്കളയ്ക്കും അല്ലേ. ആരോഗ്യം ശ്രദ്ധിക്കുക. പുതിയ കഥയാണ്, ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നവരെ. വിശ്രമമില്ല അല്ലേ? ഒന്ന് ആലോചിക്കുമ്പോ അതും നന്ന്. ജയദേവൻ ചായ കുടിച്ചിട്ട് പോയാ മതി. അല്പം ധൃതിയുണ്ട്. അതൊന്നും പറയണ്ട, ചായ കുടിച്ചിട്ട് പോയാ മതി. ഉടനെ തന്നെ റിഹേഴ്സൽ തുടങ്ങണം, പിന്നെ ഫ്രീ ടൈം കിട്ടില്ല. ഉള്ള ഗ്യാപ്പിന് എല്ലാരെയും ഒന്ന് കാണണം. തെക്കമ്പുറത്തും ഒന്ന് കയറണം എന്ന് വിചാരിക്കുക. തെക്കുംപുറത്ത് പോവുക, പോവാണ്ടിരിക്കുക, അതൊക്കെ ജയദേവന്റെ ഇഷ്ടം. നിർബന്ധമായും ചെന്ന് കാണേണ്ട ഒരാളുണ്ട്, തിരുമേനി. വന്ന് കാണുക, കാണാണ്ടിരിക്കുക, അതിലൊക്കെ ഇപ്പൊ എന്താ ഉള്ളേ? ഏതായാലും വന്നത് സന്തോഷായി. ഇരിക്ക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഓ, എന്നാ ഞാനും നിന്ന് സംസാരിക്കാനേ. ഒരു കല കൈവശമുള്ളയാൾ സന്യാസിയേക്കാൾ ഒട്ടും മോശക്കാരനല്ല. അയ്യോ, അങ്ങനൊന്നും ഇല്ല. അങ്ങനെയുണ്ട്. ജയദേവൻ കഥാപ്രസംഗത്തിൽ പറഞ്ഞിട്ട് പോകുന്ന വാക്കുകൾ നാട്ടുകാർ മനപ്പാടം പഠിച്ച് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ 2 കൊല്ലം. അതിൽ പരം എന്ത് വേണം ഒരു കലാകാരന്? എന്നാലും മനസ്സിനൊരു സന്തോഷവും ഇല്ല തിരുമേനി. ഇതിപ്പോ ഒരു പക്ഷക്കാരുടെ വാശിക്ക് എന്റെ കലാപരിപാടി മേളം പകരുന്ന അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ തിരുമേനി കാര്യമായി ഒന്ന് വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല, ശ്രമിക്കാഞ്ഞിട്ടുമല്ല. പക്ഷെ ഫലമെന്ത്? കുറെ കാലമായി ഞാൻ ആലോചിക്കുന്നു, തെക്കുംപുറത്തെയും വടക്കുംപുറത്തെയും എല്ലാവരുമായി ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന്. സത്യത്തിൽ ഇപ്രാവശ്യം റിഹേഴ്സൽ ഇവിടെ ആക്കിയത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടെയാണ്. വശീകരിക്കുന്ന വാക്ചാതുരിയുണ്ട്. കൂട്ടങ്ങളെ പറഞ്ഞിളക്കാനും അടക്കാനും കഴിയും. അങ്ങനെയുള്ള ഒരാൾക്ക് നല്ല മധ്യസ്ഥനാവാനും സാധിക്കും, സംശയമില്ല. ഏത് കഥയാണ് ഇത്തവണ പറയുന്നത്? കർണൻ. കന്യക പ്രസവിച്ച് പേടകത്തിലാക്കി നദിയിലൊഴുക്കിയ സൂര്യപുത്രന്റെ കഥ. അന്ന് പറയാനുള്ള കഥയുടെ സിലക്ഷൻ ഒന്നാന്തരം. പിന്നെ ഇപ്പോൾ ജയദേവൻ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബപ്പോരിന്റെ കഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തോറ്റവനാണ്,
മനസ്സ് പറയുന്നു ഒട്ടും വിചാരിച്ചിരിക്കാതെ ഞാൻ നടത്തിയ കണ്ടെത്തലാണ് ജയദേവനെന്ന്. സന്യാസി തോറ്റിടത്ത് കലാകാരന് ജയിക്കാവുന്നതേ ഉള്ളൂ. ധ്യാനത്തിനുള്ള സമയമായി.